നമുക്കറിയാവുന്നതുപോലെ ഈ കേരളം ഇന്ന് ഇവിടെ 3-4 ജില്ലകൾ അതിന്റെ ഭാഗമായി തീർന്നിട്ടുണ്ടെങ്കിൽ അത് ഇടുക്കിയാകട്ടെ, വയനാടാകട്ടെ, പാലക്കാടാകട്ടെ, അതുപോലുള്ള ജില്ലകൾ ഈ കേരള സംസ്ഥാനം നിലനിൽക്കുന്നുണ്ടെങ്കിൽ, അതുവഴി ഇടുക്കി പോലുള്ള സംസ്ഥാനങ്ങളിൽ വെള്ളവും വെളിച്ചവും എത്തുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ കർഷകരാണ്. ഭക്ഷണം നൽകാനായിട്ട് അഹോരാത്രം പണിയെടുക്കുന്ന കർഷകരെ നമ്മൾ ബഹുമാനിക്കണം. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പടപൊരുതണം. അതുപോലെ തന്നെ അവരെ സംരക്ഷിക്കുവാനുള്ള ഒരു പരിഗണന നമ്മൾ ഓരോരുത്തരും എടുക്കണം. ഞാൻ ഓർക്കുകയാണ്, വെടിവെച്ചിടണമെങ്കിൽ അത് പരിശോധിക്കണം. ആ മൃഗങ്ങൾ നിന്നുതന്നെ അവരെ പരിശോധിക്കാനായിട്ട് ഗർഭിണികളാണെന്ന് പരിശോധിക്കണം, കൊല്ലാൻ പറ്റുന്നതാണെന്ന് പരിശോധിക്കണം. ഈ പരിശോധനയൊക്കെ കഴിഞ്ഞിട്ട് ഈ കാട്ടുപട്ടികളെയും മറ്റുള്ളവരൊക്കെ എങ്ങനെ കൊല്ലാൻ പറ്റുന്നുണ്ട്? ഒന്നാമത് എന്തിനാണ് കേരളം? കാട്ടുപന്നിയെ വളർത്തുന്നതിലാണ് ഒന്നാമത് കേരളം. സർക്കാർ കണ്ണു തുറക്കുകയില്ലേ? മുഖ്യമന്ത്രിയോട് ഞങ്ങൾ പറയുകയാണ്, കണ്ണു തുറന്നു നോക്കൂ. ഞങ്ങളുടെ വീടുകളിലും ഞങ്ങളുടെ പറമ്പിലും ഞങ്ങളുടെ ഓരോ സ്ഥലത്തും കാട്ടുപന്നി ഇറങ്ങി ഞങ്ങളെ നശിപ്പിക്കുകയാണ്, ഞങ്ങളുടെ വിള നശിപ്പിക്കുകയാണ്. ആനയുടെ ഭീഷണി മൂലം ഞങ്ങൾ കുടിയിറങ്ങുകയാണ്. പിന്നെ എങ്ങനെ ഒന്നാമതാണ് കേരളം എന്ന് പറയുവാൻ ഒരു സർക്കാരിന് സാധിക്കുമെന്ന് ഞങ്ങൾ ചോദിക്കുകയാണ്. ഒന്നാണ് കേരളം, ഒന്നാമതാണ് കേരളമെങ്കിൽ ആദ്യം തന്നെ കർഷകരെ ശ്രദ്ധിക്കൂ, കർഷകർക്ക് വേണ്ട ആശ്വാസം നൽകൂ. അപ്പോൾ ഞങ്ങൾ ഒന്നാമതാകുവാൻ നമുക്ക് സാധിക്കും. നിങ്ങളെല്ലാവരും ചൌക്കീദാറാണ്. നമ്മളോട് പറയുകയാണ്, പ്രിയപ്പെട്ടവരാൾ, ചൌക്കീദാർ. ഞങ്ങൾ ആനകളുടെ ചൌക്കീദാറാണോ ഞങ്ങളുടെ വിധി? ഞങ്ങൾ ഓരോരുത്തരും കാവൽ നിൽക്കുകയാണ്. പെരുമ്പാമ്പിന്റെ ചൌക്കീദാറാണ് ഞങ്ങൾക്ക് കാട്ടുമൃഗങ്ങളുടെ ചൌക്കീദാർ. ഞങ്ങൾ ആരുടെ ചൌക്കീദാറാണെന്നാണ് മുദ്രാവാക്യം മുഴക്കി മനോഹരമായിട്ടുള്ള മുദ്രാവാക്യം നൽകുന്നത്. ഞങ്ങൾക്ക് ചൌക്കീദാറാകണ്ട, ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കുവാനുള്ള, ഞങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതിന് വേണ്ടി അതിനുള്ള സംവിധാനങ്ങൾ ചെയ്താൽ മതി. കുടിയിറങ്ങാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്താൽ മതി. കാട്ടുമൃഗങ്ങൾ ഞങ്ങളെ ആക്രമിക്കാതിരുന്നാൽ മതി. ആദ്യപ്പെട്ട പ്രധാനമന്ത്രിയോടും ഇതിന് നേതൃത്വം നൽകുന്ന സർക്കാരിനോട് ഞങ്ങൾ പറയുകയാണ്, ഞങ്ങൾക്ക് കിസാൻ പദ്ധതി വേണ്ട, ഞങ്ങൾക്ക് 2000 രൂപ വേണ്ട. ഇറക്കുമതി നിർത്തൂ, റബ്ബറിന്റെ ഇറക്കുമതി നിർത്തൂ. ഞങ്ങളെ രക്ഷിക്കൂ, ഞങ്ങളുടെ കർഷകരെ രക്ഷിക്കൂ. കിസാൻ പദ്ധതി എന്ന പേരിൽ മറ്റ് വൻപൻ മുതലാളിമാർക്ക് നൽകുന്ന വലിയ സംഭാവനകൾ അത് മതി. ഞങ്ങളെ പാവപ്പെട്ട കർഷകരെ ഓർക്കും. Audio preview.